Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 35 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. വൺ മിനിറ്റ് കൂടിയുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. 35 പോയിൻറ്റ്സിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. $23,116.10 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ ലെവലിലായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പം നമുക്ക് ഒരു സ്പൈക്കാണ് കാണുന്നത്. ഫസ്റ്റ് മിനിറ്റ് എന്തായാലും ഒരു പ്രൈസ് റിജക്ഷൻ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രൈസ് റിജക്ഷൻ രണ്ട് സൈഡിൽ നിന്നും ആണ് പുട്ട് ഓപ്ഷനിലൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു 5 മിനിറ്റ്സിന് ശേഷം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ചാർട്ട് ജെറോദിൻ്റെ കാണാൻ സാധിക്കുള്ളൂ. ഓപ്പൺ ഹൈ ആണ് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ 1 മിനിറ്റ് നോക്കുകയാണെങ്കിലും ആ ഒരു പ്രൈസ് റിജക്ഷൻ കാണാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിലൊരു പ്രൈസ് റിജക്ഷനാണ് ഹയർ ലെവൽസിൽ നിന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് 1 മിനിറ്റ്, ഇനി ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിഡേറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം.
നമ്മൾ വാച്ച് ലിസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. 23,100 പുട്ട് ഓപ്ഷനും 23,000 പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ 23,200. $23,300 കോൾ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. യെസ്, നമ്മൾ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. മേ ബി ഒരു ഡേ ഹൈ റീടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് ശേഷം ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. റിക്കവർ ചെയ്യുകയാണെങ്കിൽ, ഒരു മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് കോൾ സൈഡ് എൻട്രീസ് നോക്കാം. വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് ചാടിക്കയറി എൻട്രി എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുക. നമുക്ക് ഒരുപാട് സമയം ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വെറും 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഒരു 5-6 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സറോദയുടെ എല്ലാ ചാർട്ട്സും പ്രോപ്പറായിട്ട് കാണിക്കുന്നത് നമുക്ക് പറയാം. അതുവരെയുള്ള ടൈം ചില സമയത്ത് അപ്പർ വീക്ക്, ലോവർ വീക്ക്, ഡേ ടു ഡേ ഹൈ ഒന്നും പ്രോപ്പറായിട്ട് കാണിക്കണമെന്നില്ല. ആസ് ഓഫ് നോ എൻട്രീസ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പുട്ട് ഓപ്ഷനിലൊരു എൻട്രി ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ബട്ട് ഡേ ലോ വന്നിട്ടില്ല പുട്ട് ഓപ്ഷൻ. അതായത് സ്പോട്ട് ചാർട്ട് നമ്മൾ ഡേ ഹൈ റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് വരാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ എടുക്കണമെന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. $23,100 പുട്ട് ഓപ്ഷൻ അറൗണ്ട് 130-135 ട്രേഡ് ചെയ്യുന്നുണ്ട്. 23,250 അറൗണ്ട് 130-140 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് കോൾ ഓപ്ഷൻ. അപ്പോൾ ആ ഒരു പ്രീമിയമാണ് സെലക്ട് ചെയ്യേണ്ടത്, അറൗണ്ട് 100-150 ലെവൽ.
യെസ്, പുട്ട് ഓപ്ഷൻ ഒരു ലോവർ ഹൈ ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡേ ഹൈ ലെവൽ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സ്പോട്ട് റീടെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ ഹൈ ആണ് എന്നാണ് ടെക്നിക്കലി നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ പുട്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം. എൻട്രി കിട്ടുകയാണെങ്കിൽ മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും സൈഡിലേക്കുള്ളൊരു മൊമെൻറ്റം അല്ലെങ്കിൽ ഡയറക്ഷൻ കൺഫേം ആയതിനു ശേഷം നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കോൾ ഓപ്ഷൻ ഡേയിലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. സ്പോട്ടിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡേയിലോ റീടെസ്റ്റ് സ്പോട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷൻ ചാർട്ടിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് പ്രീവിയസ് ഡേ ക്ലോസിങ് അറൗണ്ട് ഒരു ഡേ ഹൈ എന്നൊരു 20-30 പോയിൻറ്റ്സ് അവേ ആണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് ആയിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡേയിലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കോൾ ഓപ്ഷൻ. സ്പോട്ടിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഡേയിലോ ലെവൽ അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ലെവലിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം. ഡേയിലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വരികയാണെങ്കിൽ നമ്മുടെ സ്പോട്ടിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് 23,090 ലെവൽ, അതുപോലെ തന്നെ 23,090 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,025 ലെവലിലേക്ക് വരാം. പക്ഷേ അതിന് ഒരു നല്ലൊരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എൻട്രി എടുക്കാം. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു ബൈയിങ് പ്രഷറാണ് ഓപ്പൺ ലെവലിൽ നിന്ന് വന്നിട്ടുള്ളത്. കോൾ ഓപ്ഷൻ ഡേയിലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ബൈയിങ് പ്രഷറാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ഡേ ഹൈ ലെവലിലേക്കൊരു റീടെസ്റ്റ് വന്നിട്ടുണ്ട് സ്പോട്ട് ലെവൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുട്ട് ഓപ്ഷൻ എൻട്രി അവോയ്ഡ് ചെയ്തത്. ഇപ്പോൾ കോളിലൊരു സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിലും പുട്ട് ഓപ്ഷൻ ഡേ ലെവലാണ്.
അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം എൻട്രി എടുക്കാനായിട്ട്. ഡേലോ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് എൻട്രി കോൾ ഓപ്ഷനിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷനിൽ തന്നെ എൻട്രി ചെയ്യേണ്ടി വരും. കോൾ ഓപ്ഷനിൽ നമുക്കൊരു അപ്പ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഡേ ഹൈ ലെവൽ ലെവലിൽ നമ്മൾ ഫസ്റ്റ് 5 minutes കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു റീടെസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു പുൾ ബാക്ക് വന്നു, ഡേ ഹൈയിലേക്ക് വന്നു. ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ സൈഡ് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ പുട്ട് സൈഡ് എൻട്രി ആണ് ഇപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഡയറക്ഷൻ റിവേഴ്സലുണ്ട്, പക്ഷേ അത് എത്ര സമയം എടുക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1-2 മൂവ്മെൻറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടാലും എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനിയും ഒരുപാട് മൂവ്മെൻറ്റ്സ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് നമുക്ക് ഒരു വ്യൂ മാർക്കറ്റ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, ആ ഒരു വ്യൂ ക്ലാരിറ്റി കീപ്പപ്പ് ചെയ്യുക. അല്ലാതെ നമുക്ക് എല്ലാ ട്രേഡും എല്ലാ മൂവ്മെൻറ്റും ട്രേഡാക്കി മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് വരും, അത് നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഡേ ഹൈ ലെവലിൽ നിന്നൊരു പ്രൈസ് റിജക്ഷൻ പ്രീവിയസ് 5 minutes ക്യാൻഡിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു ക്യാൻഡിലിൽ ആ ഒരു മൊമെൻറ്റം കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിലായി മാറുകയാണെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡേ ഹൈ കോൾ ഓപ്ഷൻസിൽ ഡേ ഹൈ വന്നിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് 23,300. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പുട്ട് ഓപ്ഷൻ. നമുക്ക് ഡേ ഹൈ റീടെസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാനാണ് പറ്റിയത്. അപ്പോൾ പകരം കോൾ ഓപ്ഷൻ എടുക്കാമായിരുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷേ അങ്ങനെ നമ്മൾ ഓരോന്നും സ്വിച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അത് എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്ത് കളിക്കാതിരിക്കുക. നമ്മുടെ വ്യൂ പുട്ട് ഓപ്ഷനിൽ മേ ബി ഒരു ഫ്രീ ഫോൾ വന്നതിന് ശേഷം റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരികയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ കോൾ ഓപ്ഷൻ എൻട്രി എടുത്തു കഴിഞ്ഞാലും ആ ഒരു കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷന് നമ്മൾ കൺഫർമേഷൻ ഇല്ലാതെ ആവറേജ് ഹോൾഡ് ചെയ്യുന്നത് വളരെ റിസ്ക്കിയാണ്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തു. പുട്ട് ഓപ്ഷനിൽ ഇപ്പോൾ ഒരു അപ്പ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതും കൺഫേം ആയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡേ ഹൈ ലെവൽ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ ആവുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, പുട്ട് ഓപ്ഷൻ ഡേ ലോ 23,000 പുട്ട് ഓപ്ഷനാണ് ഞാനിപ്പം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് 23,100 ഓക്കെയാണ്. ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരികയാണെങ്കിൽ, ഈ ഒരു 5 minutes ക്യാൻഡിലിൽ മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എൻ്റർ ചെയ്യാം. 23,400 കോൾ ഓപ്ഷനാണ് ഞാൻ എൻ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ റേഞ്ച് വിട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ 23,400 നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. വൺസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊസിഷൻസ് എന്നാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു വാച്ച് ലിസ്റ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു റിവേഴ്സൽ സൈൻ ഉണ്ടെങ്കിലും കൺഫേം ആവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ ആവണം നമുക്ക്. അതാണ് ഒരു പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പുട്ട് ഓപ്ഷനിലൊരു കൺഫർമേഷനും കൂടി വരാനുണ്ട്. നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. പുട്ട് ഓപ്ഷനിലൊരു 20-25 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡേയിലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. 23,100 പുട്ട് ഓപ്ഷൻ ഉണ്ട്.
ഇനി ഒരു 30 സെക്കൻഡ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഇൻസൈഡ് ബാർ ആയിട്ടുണ്ട് ഓൾറെഡി. യെസ്, അതൊരു ബെയറിഷ് ക്യാൻഡിലായി മാറിക്കഴിഞ്ഞു. യെസ്, ഒരു പിൻബാറാണ് വന്നിട്ടുള്ളത്. നമുക്ക് എൻട്രി എടുക്കാം. പുട്ട് ഓപ്ഷൻ ഒരു കൺഫർമേഷൻ കൂടി ആയതിനു ശേഷം എടുക്കാം. ഇപ്പോൾ ഒരു റീടെസ്റ്റ് മേ ബി ഡേ ഹൈയിലേക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡിൽ ആ ഒരു ലെവലിലേക്കൊരു റീടെസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു കൺഫർമേഷൻ ഇപ്പോഴും റിവേഴ്സൽ സൈൻസ് പുട്ട് ഓപ്ഷനിൽ ഉണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല. ആ ഒരു റിവേഴ്സൽ സൈൻ ഈ കോൾ ഓപ്ഷൻ്റെ മൊമെൻറ്റം അവസാനിക്കുമ്പോഴാണത് സ്റ്റാർട്ട് ചെയ്യുക, കൺഫേം ആവുക. അപ്പോൾ ഒരു എം ഫോർമേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലായിരിക്കും നമുക്ക് എൻട്രി ഒരു പക്ഷേ കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരു 1 ലെഗ് നമുക്ക് പോയിട്ട് പുൾ ബാക്ക് വന്നു. നെക്സ്റ്റ് ലെഗാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്യും. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. കാരണം നമ്മൾ കോൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്യൂ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എൻ്റർ ചെയ്യുമെന്ന് രാവിലെ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. നമ്മൾ ഉറപ്പായിട്ടും എന്താണോ നമുക്ക് ഡിസിഷൻസ് ഫ്രം ദ ചാർട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു എൻട്രി എടുക്കാം. യെസ്, ഒരു എൻട്രി പുട്ട് ഓപ്ഷനിൽ എടുത്തിട്ടുണ്ട്. കപ്പിൾ ഓഫ് എൻട്രീസ് എടുക്കാം. യെസ്, 112 നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷനിലൊരു പ്രോപ്പർ കൺഫർമേഷൻ. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ഞാൻ പറഞ്ഞു, അത് റീടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ഒരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു 20-25 പോയിൻറ്റ്സ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. 115, 145 വരെ വരാൻ ചാൻസ് ഉണ്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. ഇപ്പോൾ ഞാൻ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. ആവറേജ് പ്രൈസ് 112.75. ഇപ്പോൾ അത് 117 ട്രേഡ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് റിവേഴ്സലാണെങ്കിൽ നമുക്ക് 25 പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കിത് മാനേജ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത എൻട്രി പോലെ തന്നെ ഇതിനെ നമുക്ക് പിരമിഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അതിന് നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 130 ലെവൽ, 145 ലെവലാണ്. മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിതിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ആസ് ഓഫ് നൗ നമ്മുടെ കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു തീരുമാനം ആയിട്ടില്ല. $130 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മൊമെൻറ്റം കിട്ടൂ. $100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ നമ്മൾ എടുത്തതിൽ മേ ബി ഒരു 200+ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് എത്രത്തോളം അത് വരുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ പക്ഷേ
ഒരു റിസ്കി പൊസിഷനിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ആസ് ഓഫ് നൗ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അഡീഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ലെവലിൽ നിന്ന് ഓൾറെഡി നമ്മൾ 2 എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 130 ലെവൽ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 130 ലെവലിൽ നിന്ന് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ നമുക്ക് സ്പോട്ട് ചാർട്ട് ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. അതിൽ ഒരു ബെയറിഷ്നെസ് നമുക്ക് ഡേ ഹൈ ലെവലിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം സഡനായിട്ടുള്ളൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. എഗെയിൻ മൊമെൻറ്റം കോൾ ഓപ്ഷൻ സൈഡിലാണ് വരുന്നതെങ്കിൽ പോലും പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് 130 അറൗണ്ട് ബുക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ട്രേഡ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. $116 ട്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. 23,100 പുട്ട് ഓപ്ഷൻ. നമുക്ക് നോക്കാം 130 ലെവൽ ബ്രേക്ക് ചെയ്യുമോ നോക്കാം. 145 ആണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. യെസ്, 120 ഇനിയും പോകാനുണ്ട്. ഇത് കംപ്ലീറ്റ്ലി റിസ്കി പൊസിഷൻ തന്നെയാണ്. നേക്കഡ് പൊസിഷൻ 2 ലോട്ട്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ആകെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1,000 റുപ്പീസ് പ്രോഫിറ്റിലാണ്. ബട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ ട്രേഡ് ടാർഗറ്റ്സിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെ നമുക്കത് പ്രോഫിറ്റിലേക്ക് വരിക. അത് ചാർട്ടിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടതും. ഇപ്പോൾ 130 ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ലെവൽ. അത് വരുന്നത് വരെ നമുക്ക് പ്രോഫിറ്റ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു ബൈയിങ് പ്രഷർ കോൾ ഓപ്ഷൻ സ്പോട്ട് ചാർട്ടിൽ ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. മേ ബി ഡേ ഹൈ റീടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഈ ഒരു പൊസിഷൻ ഇപ്പോൾ കറൻ്റ്ലി കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 2 ലോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം 23,100 പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡേ ഹൈ റീടെസ്റ്റിന് ശേഷം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3,000 റുപ്പീസ് പ്രോഫിറ്റിലാണ്. 130 ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ലോട്ട്സേ നമ്മൾ എടുത്തിട്ടുള്ളെങ്കിലും വലിയ മൊമെൻറ്റം വരാൻ ചാൻസ് ഉള്ളൊരു ട്രേഡ് കൂടിയാണിത്. അപ്പോൾ നമ്മൾ 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. 145 ആണ് നമ്മുടെ ടാർഗറ്റ്. 145 വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്യാം നെക്സ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ. 150 ആണ് നമ്മുടെ ബെസ്റ്റ് ടാർഗറ്റ്. 150 ആണ്. $140 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, $145 ഓൾറെഡി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി 130 ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ട്രേഡ് സേഫായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അനദർ സ്പൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഹെവി പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പുൾ ബാക്കാണിത്. പക്ഷേ ഈ ഒരു പുൾ ബാക്ക് തന്നെ ചിലപ്പോൾ ഡേഞ്ചറസ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മാർക്കറ്റ് നമുക്കറിയാമല്ലോ, ഏതൊരു ട്രേഡും നമ്മൾ സേഫാണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു റിസ്ക് എപ്പോഴും റിമെയിൻസ് ദ സെയിം. നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴും ആ ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ ആ ഒരു റിസ്ക് മാനേജ് ചെയ്യാനേ നമുക്ക് പറ്റൂ, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ പുൾ ബാക്ക് ഡെഫിനറ്റായിട്ട് വരണം. പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മൊമെൻറ്റത്തോടു കൂടി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിവേഴ്സൽസ് നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം.
145, come on. $143. Again 145 വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 145 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ളൊരു ചെറിയൊരു ഡിസ്കഷൻ നടക്കും. എന്നിട്ട് അവർ തീരുമാനിക്കും കുറച്ചുകൂടി ഹയറിലേക്ക് പോകാം എന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സ് ആവാമെന്ന്. അപ്പോൾ അതിൻ്റെ സൈനൊക്കെ നമുക്ക് ചാർട്ട്സ് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആസ് ഓഫ് നൗ നമുക്കൊരു ത്രെട്ടും ഇല്ല. 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് മൊമെൻറ്റം വരുന്നുണ്ട്. അത് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ലെങ്കിലും 150 ആണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു റിവേഴ്സൽ സൈൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേഫായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. $145.50, come on. $46. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ ചില സമയത്ത് ഇതേപോലുള്ള ലെവൽസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും, അതിൽ നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുക. അപ്പോഴും നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക, കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 145 വന്നു, അവിടെ നിന്നൊരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഒരു റിവേഴ്സൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സ്പോട്ടിൽ നോക്കുകയാണെങ്കിലും ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. ബട്ട് സേഫായില്ല, നമ്മൾ സേഫായി എന്ന് പറയാൻ പറ്റില്ല. ബുക്ക് ചെയ്താൽ മാത്രമേ സേഫായി എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു റിവേഴ്സൽ സൈനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് റിവേഴ്സൽ സൈൻ ഇൻ പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഹൈ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഹൈ വരുമെന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരുപാട് ട്രബിളാണ് നമുക്കിപ്പോൾ ഈ ഒരു ട്രേഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഡിസിപ്ലിൻ ആണ് ഇമ്പോർട്ടൻറ്റ്. 130 ലെവൽ സപ്പോർട്ട് ലെവലാണ്, നമുക്കറിയാം. 130 ലെവൽ സപ്പോർട്ട് ലെവലാണെങ്കിൽ 145 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 130ലേക്ക് പുൾ ബാക്ക് വരും. അതാണിപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 130 ലെവലിൽ നിന്ന് ഒരു അപ്പ് മൂവ് എക്സ്പെക്ട് ചെയ്യാം ടുവേർഡ്സ് 150 ഓർ അഗെയിൻ എ റീടെസ്റ്റ് ഓഫ് 145. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 130 ലെവൽ പുൾ ബാക്ക് വന്നതിന് ശേഷം അഗെയിൻ ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട് പുട്ട് ഓപ്ഷനിൽ. 136 വന്നിട്ടുണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. സ്പോട്ട് ലെവൽ എന്തായാലും 150 ലെവൽ ബ്രേക്ക് ചെയ്താൽ മതി നമുക്ക്. അതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് വേണ്ട ഒരു കാര്യം. നമ്മൾ 2 ലോട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത 25 പോയിൻറ്റ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് 145 ലെവൽ ബ്രേക്ക് ചെയ്തൊരു മൊമെൻറ്റം വരുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. വൺസ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് റിവൈസ് ചെയ്യാം. അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. യെസ്, ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ചെയ്താൽ ഒരു വലിയൊരു മൊമെൻറ്റം വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ 145 ബ്രേക്ക് ചെയ്യണം. 145 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് 145 150 ലെവലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ. വൺസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
വെരി ഗുഡ് പ്രോഫിറ്റ്സ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ ലക്ഷ്യം 150 ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് മുകളിൽ വരുമോ വരില്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. $45 നിൽക്കുന്നുണ്ട്. യെസ്, യെസ്, 46, 47, 48, ഗുഡ്. യെസ്, 150 വന്നു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ലെവലിൽ സ്ക്വയർ ഓഫ് ചെയ്യാനാണ്. ഓക്കെ ഡൺ. സ്ക്വയർ ഓഫ് ചെയ്തു. നമ്മൾ 149 നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. $4.7K പ്രോഫിറ്റാണ് നമ്മൾ വെറും 2 ലോട്ടിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ആപ്പുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും പൊസിഷൻ സ്ക്വയർ ഓഫ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ ടാർഗറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 145 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം 130 ഒരു പുൾ ബാക്ക് വന്നു. 130 to 150 വന്നിട്ടുള്ളത്. അഗൈൻ നമ്മൾ ടാർഗറ്റ്സ് 130, 145, 50 ലെവലിലേക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ഡേ ഹൈ റീടെസ്റ്റിന് ശേഷം കൃത്യമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഒരു പുൾ ബാക്ക് ആണ്, അവിടെ നിന്നൊരു ഡൗൺഫോളാണ് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് നമുക്കൊരു പുൾ ബാക്ക് വന്നു. അതാണ് ആ ഒരു 145 to 130 ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും സപ്പോർട്ട് ലെവലിലേക്കാണ് ഫോളോ ആയിട്ടുള്ളത്. ഡേ ലോ വരെ ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ 160 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം വരും. നമുക്ക് ഇവിടെ പ്രീവിയസ് സപ്പോർട്ട് ലെവലിൽ ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫർദർ എൻട്രീസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് എനിക്ക് ഇപ്പം ചാർട്ട്സ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റി. വെറും 2 ലോട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൊമെൻറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു എൻട്രി ഉണ്ട്. ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. വെയിറ്റ്. ഒരു സപ്പോർട്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 23,090 ലെവൽ. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു പുൾ ബാക്കിന് ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കുന്നത് ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്തതിന് ശേഷം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ 118 ട്രേഡ് ചെയ്യുന്നൊരു 22,900 പുട്ട് ഓപ്ഷനാണ് ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് നമുക്കൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നല്ലൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ്ങിന് ശേഷം നോക്കാം. ചില ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒന്നും നമുക്ക് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എൻട്രി എടുത്താൽ തന്നെ നമുക്കതിനെ പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചില സ്ഥലത്തുനിന്ന് എത്ര എൻട്രീസ് വേണമെങ്കിലും എടുക്കാം, ചില സ്ഥലത്തുനിന്ന് ഒരു എൻട്രി പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതല്ലാതെ നമുക്കൊരിക്കലും വെറുതെ ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആക്കാനായിട്ട് പറ്റില്ല. ഈവൻ തോ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ എത്ര വലിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മൊമെൻറ്റം കൂടി, ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം കൂടി വരാനുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം അത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ നമുക്കൊരു സെല്ലിംഗ് പ്രഷറാണ്, അതായത് ബൈയിങ് പ്രഷറാണ് സ്പോട്ടിൽ കാണുന്നത്. പുട്ട് ഓപ്ഷനിലൊരു സെല്ലിംഗ് പ്രഷർ കാണാം. ഒരു ബ്രേക്ക് ഔട്ട് ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റിലൊരു റിസ്ക് എടുക്കണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ ചില ക്രിട്ടിക്കൽ ലെവൽസ് നിന്ന് നമ്മളെടുക്കുന്ന എൻട്രി, അത് ഒരു എൻട്രി ആണെങ്കിൽ പോലും ആ ഒരു എൻട്രി മതി നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എൻട്രീസ് വരുമ്പോൾ നമുക്കത് അറിയുകയാണെങ്കിൽ അത് മാക്സിമം അങ്ങനെയുള്ള ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് വൺസ് ആ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും. 115 തന്നെ നിൽക്കുന്നുണ്ട് 22,900 പുട്ട് ഓപ്ഷൻ. ടൈം ആൻഡ് ടൈമിംഗ് എന്ന് പറയും. അത് നമുക്ക് കൃത്യമാണെങ്കിൽ നമുക്ക് ഏത് എൻട്രി വേണമെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്ക് ഫോളോ ആവുകയാണെങ്കിൽ 23,050 അല്ലെങ്കിൽ 23,025 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് റിസ്കി ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യാനുള്ള കാര്യം. മേ ബി അതൊരു 150 ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ നേരത്തെ എടുത്ത ഓപ്ഷൻ ആണെങ്കിൽ. പക്ഷേ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, നോ പ്രോബ്ലം. യെസ്, നമുക്കൊരു എൻട്രി എടുക്കാം. യെസ്, നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്. $122 ആണ് ആവറേജ് പ്രൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 22,900 122 ആണ്. ഓൾറെഡി ഡേ ഹൈ വന്നു കഴിഞ്ഞു. കുറച്ച് റിസ്കി ട്രേഡാണിത്. 22,300 ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. ഗ്യാപ്പ് ഫില്ലിംഗ് വരാൻ ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ 23,000 ആണെങ്കിൽ നമുക്ക് ആവറേജ് പ്രൈസ് റിഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. അതുപോലെ തന്നെ 23,025 ലെവൽ ഒരു സപ്പോർട്ട് ലെവലാണ്. കൂടുതൽ റിസ്ക് ഈ ഒരു ട്രേഡിൽ എടുക്കണമെന്നില്ല. ഒരു ബ്രേക്ക് ഔട്ട് ചാൻസ് ഉണ്ട് നെക്സ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ ഹൈ വന്നതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വരണമെങ്കിൽ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. വരാൻ ചാൻസസ് ഉണ്ട്. 126.30 ആണ് ഡേ ഹൈ. പ്രീവിയസ് ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 147.
നോക്കാം. നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നെക്സ്റ്റ്, അതായത് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ എൻട്രി ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് 5 മിനിറ്റ്സിൽ, ഫസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിനകത്ത് തന്നെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. വൺസ് അത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിലാണ് അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ ഒരു ട്രേഡ് കൂടി നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി ഗ്യാപ്പ് ഫില്ലിങ്ങിന് ട്രൈ ചെയ്യാം. മേ ബി ഒരു 20 to 25 പോയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. 150, 145 അറൗണ്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രേഡിൽ ടാർഗറ്റായിട്ട്. അതുപോലെ തന്നെ 23,050 നമുക്ക് ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡ് കാണാം. 23,045 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 20 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺഫോൾ കൂടി വരാനുണ്ട് സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ. ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ, പുട്ട് ഓപ്ഷനിൽ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 25 പോയിൻറ്റ്സ് കൂടി ടാർഗറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ 2 ലോട്ട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ 125 ആണ് നിൽക്കുന്നത്. 140+ ആണ് നമുക്ക് വേണ്ടത്. വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് മാനേജ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. യെസ്, 23,039 ലോവർ ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ. വെയിറ്റ് ചെയ്യാം. നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. യെസ്, ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. ആ ഒരു പൊസിഷൻ 500 rupees ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞു. പുൾ ബാക്കിന് ശേഷം റീ എൻട്രി ചെയ്യാം. അതിനാണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും 5,200 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇന്നത്തെ. ഈ ഒരു ട്രേഡ് നമ്മളൊരു റിസ്കി എൻട്രി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവൽ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. 23,030 ലെവലാണ് വന്നിട്ടുള്ളത്. ഈ സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ എൻട്രീസ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം എൻട്രി എടുക്കാം. ആസ് ഓഫ് നൗ നമ്മൾ ആ ഒരു ട്രേഡ് ബുക്ക് ചെയ്തു. 500 rupees നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു സപ്പോർട്ട് ലെവൽ 23,025 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. സ്ട്രെയിറ്റ് ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത എൻട്രി നോക്കുകയാണെങ്കിൽ 122 ആവറേജ് പ്രൈസ് ആയിരുന്നു. ഇപ്പോൾ ഇത് 112 വന്നിട്ടുള്ളത്. ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. മേ ബി ആ ഒരു 23,050 ലെവൽ 23,025 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അനദർ ഒരു 80 to 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺഫോൾ കൂടി എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത 23,100 പുട്ട് ഓപ്ഷൻ്റെ ആ ഒരു 130 ലെവൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 145 to 130 ലെവലിലേക്ക് വന്ന പുൾ ബാക്ക്. അപ്പോൾ ആ ഒരു 130 or 145 ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു വലിയൊരു അപ്പ് മൂവ് തന്നെ സ്പോട്ടിൽ വരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. മേ ബി അറൗണ്ട് 123,000, 150, 200 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡോടുകൂടി ഞാൻ ഇന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്യണം. 5.2K പ്രോഫിറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.